നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന വീഡിയോ സീരീസിലെ പുതിയ വീഡിയോയിൽ നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ പോണത് എന്താണ് ലാർജ് ക്യാപ് ഫണ്ട്, എന്താണ് മിഡ് ക്യാപ് ഫണ്ട്, എന്താണ് സ്മോൾ ക്യാപ് ഫണ്ട് എന്നതിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് ബേസിക് ഓഫ് ഷെയർ മാർക്കറ്റ് എന്ന വീഡിയോ സീരീസിൽ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് പ്ലേലിസ്റ്റ് മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് കണ്ട് കൂടുതൽ കാര്യങ്ങൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള വീഡിയോ സീരീസിലെ വീഡിയോകൾ സബ്ജക്റ്റാണ്. ഇതിൽ നമ്മൾ എന്താണ് ലാർജ് ക്യാപ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കഴിഞ്ഞാൽ കമ്പനിയുടെ സൈസാണ്. ലാർജ് ക്യാപ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ സൈസാണ്. മിഡ് ക്യാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ചെറുതായിരിക്കും. സ്മോൾ ക്യാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചെറുതായിരിക്കും. ലാർജ് ക്യാപ്പ് ആണ് വലിയ സൈസ് കമ്പനികൾ. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ലാർജ് ക്യാപ്പ് നിഫ്റ്റിയിലെ ആദ്യത്തെ ഏറ്റവും കൂടുതൽ ക്യാപിറ്റലൈസേഷനുള്ള 100 ഷെയറാണ് ലാർജ് ക്യാപ്പ് ഷെയറുകൾ എന്ന് പറയുന്നത്. അതേസമയം മിഡ് ക്യാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ 101 തൊട്ട് 250 വരെയുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളുടെ മിഡ് ക്യാപ്പ് ഷെയറുകളെന്നും 250 തൊട്ട് 500 വരെയുള്ള ഷെയറുകളെ സ്മോൾ ക്യാപ്പ് ഷെയറുകൾ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഷെയറുകളെന്നാണ് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലാർജ് ക്യാപ്പ് ഫണ്ടുകളും സ്മോൾ ക്യാപ്പ് ഫണ്ടുകളും മിഡ് ക്യാപ്പ് ഫണ്ടുകളും ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഈ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റായി കിട്ടിയ, അഥവാ മ്യൂച്വൽ ഫണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളെ കൊണ്ട് കളക്ട് ചെയ്യുന്ന ഫണ്ടാണ്. ഈ ഫണ്ട് കിട്ടിയ ഫണ്ടിലെ ഒരു 80% ലാർജ് ക്യാപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ബാക്കിയുള്ള 20% അവർക്ക് സ്മോൾ ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ അല്ല ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിലോ എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ 80% മസ്റ്റായിട്ട് ഈ ലാർജ് ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് ലാർജ് ക്യാപ്പ് ഫണ്ട്. ഇത് കമ്പയർ ചെയ്യണത് ബെഞ്ച് മാർക്ക്, ഇതിന് ഒരു കമ്പയർ ചെയ്യണം. ലാർജ് ക്യാപ്പ് ഫണ്ട് കമ്പാരിസൺ ചെയ്യണത് എപ്പോഴും നിഫ്റ്റി 50, നിഫ്റ്റിയിലെ 50 കമ്പനികൾ നിഫ്റ്റി 50 ബേസ് ചെയ്തിട്ടുള്ളതിനുമായിട്ടാണ് എപ്പോഴും ലാർജ് ക്യാപ്പ് ഫണ്ട് കമ്പയർ. അപ്പോൾ ഈ ബെഞ്ച് മാർക്കിന് കമ്പയർ ചെയ്ത് അതിനെക്കാട്ടി പെർഫോമൻസ് കൂടുതലാണോ കുറവാണോ നോക്കിയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഈ ലാർജ് ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. എന്താണ് മിഡ് ക്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ഇൻഡെക്സിലെ മിഡ് ക്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞ് ഈ മിഡ് ക്യാപ്പ് ഫണ്ട് ചെയ്യുന്നത് ഈ 101 ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ 101ാമത്തെ കമ്പനി തൊട്ട് 250 വരെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മിഡ് ക്യാപ്പ് ഫണ്ട്. ഈ മിഡ് ക്യാപ്പ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 65 അഥവാ ആ ഫണ്ടിൻ്റെ ടോട്ടൽ വാല്യൂയുടെ 65% എങ്കിലും മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് സെബിയുടെ നിബന്ധനയാണ്. നിർബന്ധമായിട്ടും അവർ ലാർജ് ക്യാപ്പ് ഫണ്ടാണെങ്കിൽ 80% ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം നിർബന്ധമാണ്. മിഡ് ക്യാപ്പ് ഫണ്ടാണെങ്കിൽ 65% നിർബന്ധമായിട്ട് മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ബാക്കി 35% അവർക്ക് ലാർജ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ ഈ മിഡ് ക്യാപ്പിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അത് അവരുടെ ഫണ്ട് മാനേജറുടെ സജഷനാണ്. ബേസ് ചെയ്തിട്ടാണ് ഫണ്ട് മാനേജർ തീരുമാനം ബേസ് ചെയ്തിട്ടാണ് ഈ മിഡ് ക്യാപ്പിൽ ബാക്കിയുള്ള 35% എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം തീരുമാനം. അതേസമയം സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ എന്താ ചെയ്ത് കഴിഞ്ഞാൽ 65% സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്താണ് സ്മോൾ ക്യാപ്പ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ടോട്ടൽ കമ്പനികളിൽ 251ാമത്തെ തൊട്ട് 500 വരെയുള്ള കമ്പനികളാണ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ, സ്മോൾ ക്യാപ്പ് കമ്പനികൾ. ഈ കമ്പനികളിൽ 65% ഇൻവെസ്റ്റ് ചെയ്യണം ഈ സ്മോൾ ക്യാപ്പ് ഫണ്ട്. ബാക്കിയുള്ള ഈ 35% വേറെ എവിടെ വേണമെങ്കിൽ അഥവാ ലാർജ് ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിലോ ഈ ഫണ്ട് മാനേജേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് ഈ 3 ടൈപ്പ്. ഇതാണ് ഈ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ. എന്താണ് ലാർജ് ക്യാപ്പ്, എന്താണ് മിഡ് ക്യാപ്പ്, എന്താണ് സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്ന് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള വീഡിയോയിൽ എന്താണ് മൾട്ടി ക്യാപ്പ്, എന്താ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ എന്നതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയി നമുക്ക് നോക്കാം. എപ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ പറയുന്നു ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാതെ അത് ഏത് ഫണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണ ഫണ്ട്, ഏത് ഫണ്ടാണ് നമുക്ക്
ഇക്വിറ്റി ഫണ്ടാണോ, ഡെറ്റ് ഫണ്ടാണോ, ഹൈബ്രിഡ് ഫണ്ടാണോ, എല്ലാ ഏത് ഫണ്ടാണ് നമ്മൾ നോക്കിയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏത് കമ്പനിയുടെ ഫണ്ട് ഒരുപാട് ഇന്ത്യയിൽ തന്നെ 45ഓളം AMC ഫണ്ട് ഹൗസുകളുണ്ട്. ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ട്. ഈ കമ്പനിയിൽ ഏത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഏത് ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ അറിയണം. അതുപോലെ ഏത് ഫണ്ടാണ്, ഏത് കമ്പനിയാണെന്ന് അറിയണം, ഏത് ഫണ്ട് ഹൗസ് ആണെന്ന് അറിയണം, ഏത് സ്കീം അഥവാ ലാർജ് ക്യാപ് ഫണ്ടാണോ, സ്മോൾ ക്യാപ് ഫണ്ടാണോ, ഡെറ്റ് ഫണ്ടാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് അറിയണം. ഒരാൾ പറയണു നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ ആവരുത്. നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ്മെൻറ്റ്. എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പൈസ നമ്മുടെയാണ്, നമ്മളാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ നഷ്ടം വന്നാൽ നമുക്കാണ്, മറ്റുള്ളവർക്കില്ല. അപ്പോൾ ആ പൈസയുടെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ആയതുകൊണ്ട് നമ്മൾ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് ഫണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു ഒരാൾ പറഞ്ഞു ഒന്നിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, 5 കൊല്ലം 10 കൊല്ലം ബേസ് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ 10 കൊല്ലം 5 കൊല്ലം ബേസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നോക്കെങ്കിലും നമ്മൾ എന്ത് ഫണ്ടാണെന്നും അതിലേതാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കണം. വാങ്ങിയ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതേത് ഫണ്ടാണ്, ഇത് എവിടെയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഏതെല്ലാം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ സൈറ്റുകളിൽ നോക്കിയാൽ മണി കൺട്രോളോ വാല്യൂ റിസർച്ച് സൈറ്റോ സെറോദ കോയിൻ വെബ്സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ആ ഫണ്ടുകൾ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഒരാളെ റെക്കമെൻഡ് ചെയ്താലും ആ ഫണ്ട് എന്താണ്, അതിലേതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണത് മാക്സിമം ബൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ സിപ്പ് ബേസിൽ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ബേസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിന് ബേസ് ചെയ്തിട്ട് മന്ത്ലിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്ന പോലെ സിപ്പ് ബേസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു ആവറേജ് റേറ്റ് നമുക്ക് റിട്ടേൺ എന്തായാലും കിട്ടും. ലംസം എമൗണ്ട് മാർക്കറ്റിൽ ലംസം എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഒരിക്കലും മാർക്കറ്റ് ഹൈ ലെവലുള്ള സമയത്ത്, പീക്കുള്ള സമയത്ത് അതിന് NAV നെറ്റ് അസറ്റ് വാല്യൂ, NAVയും മ്യൂച്വൽ ഫണ്ട് NAV കൂടുതലായിരിക്കും. ആ സമയത്തോട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴ്ച പോകുമ്പോൾ NAV നല്ല താഴും. അതേസമയം സിസ്റ്റമാറ്റിക്കലി നമ്മൾ കുറച്ചായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ആവറേജ് ആയിട്ട് നമുക്ക് എപ്പോഴും റിട്ടേൺ കിട്ടും. ആരെങ്കിലും റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിട്ടോ അങ്ങനെ വല്ല പൈസ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് ഒന്നിച്ചിടാതെ കുറച്ചായിട്ട് ഡൈവേഴ്സിഫൈ ആയിട്ട് പല ഫണ്ടുകളായിട്ട് ഇടുന്നതാണ് നല്ലത്. ഒറ്റ ഫണ്ടിൽ കൊണ്ട് ഒന്നിച്ചു കൊണ്ട് ഇടരുത്. പിന്നെ ഏതാണ് ഫണ്ട്, ഏതിലാണ് ഇൻവെസ്റ്റ് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമേ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.